ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനും ജലദോഷവും തുമ്മലൊന്നും മാറിയിട്ടില്ല എങ്കിലും എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വയ്യാത്തതുകൊണ്ട് ഇപ്പം നീട്ടിട്ടുള്ളൂ. ഭയങ്കര ചുമയും കഫക്കെട്ടുമാണ്. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണ്. ശ്രീലക്ഷ്മി ഇന്നലെ തൊട്ട് മൊബൈൽ കളിക്കാൻ കൊടുക്കുക, പരീക്ഷ ടൈമാണ്, മൊബൈൽ കളിക്കാൻ കൊടുക്കാത്തതിൻ്റെ ഒരു ചെറിയതുണ്ട്. ഇന്നലെ രാത്രി ചോറ് എണ്ണാൻ വിളിച്ചിട്ട് ചോറ് വിളമ്പി വെച്ച ചോറിൻ്റെ മുന്നിൽ നിന്ന് മൊബൈൽ കളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് പോയി കിടന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു. പിന്നെ ഞാൻ ചോറ് കൊണ്ടുപോയി വെള്ളത്തിലിട്ടു. അപ്പോൾ ഇന്ന് ഞാൻ ചോറ് വെക്കണില്ല. കാരണം ഇങ്ങനെ അരി വെച്ച് നമ്മൾ കൊണ്ടുപോയി കളയുന്നത് ശരിയല്ലല്ലോ. അത് പടച്ചമ്പുരാനെ ഇറക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എന്ന് വരെ അന്നത്തിനും ബുദ്ധിമുട്ടിയിട്ടില്ല. അപ്പോൾ അവർക്കറിയില്ലല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വെച്ചിട്ടില്ല. ഇന്ന് ചായയും ചുക്കുവെള്ളം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് വയ്യ, ശരീരം കൊണ്ട് വയ്യ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കടയ്ക്ക് പോവാതിരിക്കാൻ വിചാരിച്ചാൽ, കാരണം കടയിൽ ആൾ കുറവാണ്, നോമ്പിൻ്റെ സമയമായിരുന്നു. അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കഫക്കെട്ട് നല്ലുണ്ട്. കാരണം തോന്നുന്നത് അതുള്ളതുകൊണ്ടാണോ ഇങ്ങനെ ഈ ചുമ മാറാത്തത്. ചുമ ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ചുമയാണ്. തൊണ്ട എങ്ങനെ വയ്യ. ചൂടുവെള്ളം എന്നൊക്കെ പിടിച്ച് നോക്കി. അതിനത് ആൻറ്റിബയോട്ടിക് കഴിക്കാതിരിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, ഒന്നുകൊണ്ടൊരു സമാധാനമില്ല. കാലാവസാനമായി തുടങ്ങി തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. നല്ല തടി ഉണ്ടായിരുന്നു ടോപ്പ്, നല്ല മേലിഞ്ഞു. ഇവിടെയൊക്കെ നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ കണ്ട് വീർത്ത മാതിരിയാണ് തടി കൂടിയിട്ട് വറ്റ കുറഞ്ഞു. ഞാൻ 2015 തിരുവല്ലയിൽ നിന്ന് വന്നതാണ്. ലാസ്റ്റ് 2015 കൂട്ടണ്ട 16 കൂട്ടാം. എത്ര കൊല്ലമായി? 16, 17, 18, 19, 20, 21, 22, 23, 24, 25. 25 10 അല്ല. ഉച്ചയ്ക്ക് ഭക്ഷണമില്ല, രാവിലെ ഇല്ല, വൈകുന്നേരത്ത് ചിലപ്പോൾ. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു സമാധാനമുണ്ട്. വയ്ക്കാൻ മടിച്ചിട്ടല്ല കേട്ടോ, പൊതുവെ ഒരു അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണ് അടിച്ചു പൊട്ടിക്കുക. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങളെ വീട് ഇതുപോലെ മൊത്തം ചെതറി കയറി. എപ്പോഴാണെന്നറിയില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ മഴയ്ക്കൊക്കെ ഞങ്ങൾ മരണപ്പെടേണ്ട ആൾക്കാരാണ്. കാരണം അത്രമാത്രം വീടിൻ്റെ അവസ്ഥ അതുപോലെയായിരുന്നു. കഴിയൂല. കാരണം എല്ലാ കാര്യങ്ങളും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ട് കഴിയില്ല. എനിക്ക് കിട്ടുന്ന ശമ്പളം കുറവാണ്. പിന്നെ അതുകൊണ്ട് ശ്രീലക്ഷ്മീൻ്റെ കാര്യം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വീട് പൊളിച്ച് പണിതിട്ടില്ല. 1-2 മാസം കൂടിയും കഴിഞ്ഞ മഴയാണ്. അപ്പോൾ പൊളിച്ച് മേയുന്നുണ്ട്. പൊളിച്ച് മേയാൻ ഞാൻ കുറേ നോക്കിയതിനെ കൊണ്ട് കഴിയണില്ല. പിന്നെ പഞ്ചായത്തിലൊക്കെ പറഞ്ഞാൽ പഞ്ചായത്തിൽ ഗ്രാമസഭയ്ക്കും ഇതിനൊന്നും ഇവിടുന്ന് ആരും പോവലില്ല. അപ്പോൾ അതുകൊണ്ട് റിപ്പയറിനും കാര്യത്തിനും കൊടുത്തിട്ടില്ല. ആങ്ങളെയാണെങ്കിൽ ആങ്ങളെ ജീവിക്കണോ എന്നുള്ളൊരു രീതിയിലാണ് അവൻ്റെ കാട്ടിക്കൂട്ടൽ. അവനെങ്ങനെ വെച്ചാൽ ഞങ്ങളെല്ലാതും ചെയ്യണം. അപ്പോൾ അവനും അമ്മേൻ്റെ വീട്ടിലാണ്.
അവിടെ അമ്മേൻ്റെ വീട്ടിലെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനും കൂടെ അവിടെ പോയി നിൽക്കുക കാരണം അല്ലാത്തൊരു സമാധാനം. കാരണം അവൻ പണിക്കും പോകില്ല, അമ്മേനെ നോക്കുകയെന്നും പറഞ്ഞ് കുത്തിരിക്കുന്ന അമ്മേനെ നോക്കൂല്ല, യാതൊരു ഉപകാരമില്ലാത്തൊരവസ്ഥയായി. എന്താ പറയാൻ, നമ്മളെ തലയിൽ വരാം. എനിക്ക് കിട്ടണത് മൊത്തം ഇതുപോലെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സാധനങ്ങൾ കൊണ്ടു കൊടുക്കും. ആണെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച പോയി. അപ്പോൾ പറഞ്ഞാൽ ഇവനും കൂടെ അവിടെ കുത്തിരിക്കുകയല്ലേ, നമുക്കൊരു സമാധാനം ഇല്ലല്ലോ. കുറച്ച് തിന്നാലും തോനെ തിന്നാലും അവരെ ബുദ്ധിമുട്ടിക്കാനാണ് അപ്പോൾ അവിടെ പോയിരിക്കുന്നത്. ഇവിടെ ഇരുന്നാൽ മതി, ഇവിടെ ഇരുന്ന് വല്ല പണിക്കും പോയാൽ മതി. പണിയുള്ള സമയത്ത് പണിക്ക് പോവില്ല. അവിടെ ഉള്ളവരും കുടുങ്ങി, അവിടെ ഉള്ളവരേറ്റ് എന്നും കച്ചറിയാണ്, തലാഞ്ഞില്ല, അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ കാരണം അവിടുന്ന് വിളി വരിക എനിക്കാണ്. അവിടെ എന്ത് പ്രശ്നം നടന്നാലും എനിക്കേ വിളി വരും. മറ്റ് രണ്ടാൾക്കാരുണ്ട്, അവരാരും മുടിക്കില്ല, അവരാരും ആ കാര്യത്തിൽ ഇടപെടില്ല. അപ്പോൾ ഞാൻ ജീവനെ മുടിക്കാലോ വരെ തീരുമാനിച്ചു. കാരണം എല്ലാത്തിനും ഞാൻ ജീവിച്ചിരിക്കുക കാരണം. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ വീട് കുടുംബ സ്വത്താണ്, ഇത് ഞാൻ പൊളിച്ച് നന്നാക്കണം, ഞാനാണ് ഇവിടെ ഇരിക്കണതെന്നും പറഞ്ഞിട്ട് അമ്മ എന്നെ എങ്ങനെ വിളിച്ചു നോക്കാൻ പറ്റും, ബാക്കിയുള്ളവരൊന്നും വിളിച്ചു നോക്കാൻ പറ്റും. ഞാനെന്താ അത് നമ്മൾ മരം കുലുക്കി കൊണ്ടുവരുന്നല്ലല്ലോ, നമുക്ക് കിട്ടുന്നതിനൊരു പരിമിതിയില്ല. അമ്മയ്ക്ക് വീട് പൊളിച്ച് ഞാൻ നേരാക്കണം. എന്താ പറയുക, ഞാൻ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ എനിക്ക് വയ്യായാണെങ്കിൽ എൻ്റെ കൂടപ്പറപ്പായിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും പൊളിച്ച് മേനെ കൊണ്ട് കഴിയൂല. അങ്ങനെ അതിന് മാത്രമുള്ള ഒരു വരുമാനം എനിക്കില്ല. കാരണം വീട്ടു ചിലവും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകണുള്ളൂ. അതിന് തന്നെ തികയണില്ല കിട്ടുന്നത്. പിന്നെ ആ സ്ഥാനത്ത് ഇതിനെ കൊണ്ട് വീട് പൊളിച്ച് മേയാൻ കഴിയൂല. അപ്പം അത് കാരണം ഒന്നുകിൽ മഴ പെയ്താൽ ചിലപ്പോൾ വീട് പൊളിഞ്ഞ് ചാടി ഞങ്ങൾ മരണമായിരിക്കും. ഒന്നുകിൽ അത് സംഭവിക്കല്ല. അപ്പോൾ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്താ വെച്ചാൽ ഞാൻ കഴിയുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തിട്ടിട്ട് ഈ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കൈ നീട്ടുന്നതിലും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് അതിന് കിട്ടുന്ന എന്തെങ്കിലും ചെറിയ വരുമാനമാണെങ്കിൽ എനിക്ക് ഈ വീട് നന്നാക്കണം, അല്ലെങ്കിൽ ഈ വീടല്ല എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. സ്ഥലമില്ല, വീട്ടു സ്വത്താണ്. അതിൽ നിന്ന് അമ്മേനെ ബുദ്ധിമുട്ടിക്കാനാവില്ല, എനിക്ക് സ്ഥലം വേണം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അമ്മേനോട് ഇതുവരെ ചോദിക്കാനും പോയിട്ടില്ല. പിന്നെ ഈ വീഡിയോ കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എനിക്കൊരു വീട് വെച്ച് തരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, ഒരു വീട് വെച്ച് തരികയാണെങ്കിൽ ഞാനിതിൽ നിന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടെ. ഇപ്പം ഞാൻ എൻ്റെ കുട്ടി ഈ കുടുംബത്തിൽ നിൽക്കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ എന്ന് എല്ലാവരും കരഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ളൊരു വിദ്യയാണ്. ആരുടെയും പൈസ ചോദിക്കാനും ബുദ്ധിമുട്ടാണ്. കടായിട്ട് നമ്മളെ കൊണ്ട് വീട്ടാനും കഴിയണ്ടേ. ഇപ്പോൾ അഫാനൊക്കെ വന്ന ഗതികേട് കണ്ടില്ല, അതുപോലത്തെ ഗതികേട് വന്നാൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പല രീതിയിൽ കൂടെ ആലോചിച്ചു. ഒരു രക്ഷയില്ല, മരണയെ മുന്നിൽ കാണും.